ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സ്റ്റഡി സ്റ്റേറ്റ് എറർ വെൻ ദ ഇൻപുട്ട് ഈസ് യൂണിറ്റ് റാമ്പ് സിഗ്നൽ. നമ്മൾ യൂണിറ്റ് റാമ്പാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ വരാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ESS എന്ന് പറയുന്നത് എന്തായിരുന്നു? ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് S ഇൻറ്റു R ഓഫ് S ബൈ 1 പ്ലസ് G ഓഫ് S ഇൻറ്റു H ഓഫ് S. നമ്മൾ മുമ്പത്തെ വീഡിയോ നമ്മൾ നോക്കിയതായിരുന്നു ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ R ഓഫ് S എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം? 1/s² ആയിരിക്കും വരാം. കാരണം നമുക്കുള്ള ഇൻപുട്ട് പറയുന്നത് എന്താണ്? യൂണിറ്റ് റാമ്പ് ആണ്. അപ്പോൾ യൂണിറ്റ് റാമ്പിൻ്റെ ഫംഗ്ഷൻ വരുന്നത് T ആണ്. അപ്പോൾ അതിൽ ലാപ്ലേസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? R ഓഫ് S നമുക്കിവിടെ കിട്ടും. അതായത് 1/s² നമുക്കിവിടെ വരും. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് വരും? ഈ ESS ഇസ് ഈക്വൽ ടു ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് S ഇൻറ്റു ഈ R ഓഫ് എസിന് പകരം അവിടെ 1/s² എന്നിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ എന്തുണ്ടാവും? 1 പ്ലസ് G ഓഫ് S ഇൻറ്റു H ഓഫ് S നമുക്ക് അവിടെ വരും. അപ്പോൾ അതിൽ ഈ ഒരു എസ്സും ഇവിടുത്തെ സ്ക്വയർ ഒരു എസ്സും വെട്ടിപ്പോവും. അപ്പോൾ അവിടെ എന്ത് വരും? 1/s/1 പ്ലസ് G ഓഫ് S ഇൻറ്റു H ഓഫ് S നമുക്ക് അവിടെ വരും. അത് ആ എസ് നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് 1/s ഇൻറ്റു 1 പ്ലസ് G ഓഫ് S ഇൻറ്റു H ഓഫ് S നമുക്ക് അവിടെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ എസ് വെച്ചിട്ട് നമ്മളിവിടെ ഈ ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് 1/s പ്ലസ് S ഇൻറ്റു G ഓഫ് S ഇൻറ്റു H ഓഫ് S നമുക്കവിടെ വരും. ഇനി ഇവിടെ എസ്സിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് 0 ആയിട്ട് പോകും. ആൻഡ് നമ്മൾ ഈ ടൈമിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതിയിട്ടുള്ളത്. 1/ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് S ഇൻറ്റു G ഓഫ് S ഇൻറ്റു H ഓഫ് S. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, അതായത് ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് S ഇൻറ്റു G ഓഫ് S ഇൻറ്റു H ഓഫ് S എന്ന് പറയുന്നത് വെലോസിറ്റി എറർ കോൺസ്റ്റൻ്റ് ആണ് KV. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അവിടെ 1/KV എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ കൊടുത്തിട്ടുണ്ട് വെർ KV ഈസ് വെലോസിറ്റി എറർ കോൺസ്റ്റൻ്റ്. ഇനി ഓരോരോ ടൈപ്പ് സിസ്റ്റം അനുസരിച്ചിട്ട് എങ്ങനെയാണ് അവിടെ സ്റ്റഡി സ്റ്റേറ്റ് എറർ വരാൻ നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ടൈപ്പ് 0 സിസ്റ്റം. അപ്പോൾ ടൈപ്പ് 0 സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ESS പറയുന്നത് 1/KV ആണല്ലോ. അപ്പോൾ അവിടെ KV ഈസ് ഈക്വൽ നമ്മൾ ഇക്വേഷൻ എഴുതാം. അതായത് ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് S ഇൻറ്റു G ഓഫ് S ഇൻറ്റു H ഓഫ് S അതാണ് വരാം. അപ്പോൾ അതിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ടൈപ്പ് 0 സിസ്റ്റം നമ്മൾ ചെയ്തിരുന്നു. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് വരുമ്പോൾ അപ്പോൾ അവിടെ ഈ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ G ഓഫ് S ഇൻറ്റു H ഓഫ് S, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ K ഇൻറ്റു S പ്ലസ് Z1 S പ്ലസ് Z2 S പ്ലസ് Z3 എക്സെട്ര ബൈ S പ്ലസ് P1 S പ്ലസ് P2 S പ്ലസ് P3 എക്സെട്ര. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് S ഇൻറ്റു ഈ G ഓഫ് S H ഓഫ് S പകരമാണ് നമ്മളിവിടെ അത് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ S ടെൻസ് ടു 0 ആണല്ലോ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഈ KV എന്ന് പറയുന്നത് 0 ആയിട്ട്. സോ ESS എന്ന് പറയുന്നത് 1/KV ആണ്. സോ അവിടെ 1/0 എന്ന് പറയുന്നത് അവിടെ ഇൻഫിനിറ്റി വരും. കാരണം ഇവിടെ KV നമുക്ക് 0 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ടൈപ്പ് 0 സിസ്റ്റത്തിലെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. അത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി നമുക്ക് ടൈപ്പ് 1 സിസ്റ്റത്തിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എങ്ങനെയാണ് നമുക്കിവിടെ നോക്കാം. ടൈപ്പ് 1 സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒറിജിനിൽ ഒരു പോൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ എസ്സിൻ്റെ ടേം നമുക്കിവിടെ ഡിനോമിനേറ്റർ വരാനായിട്ട് കാരണം. ഇതാണ് ആ ഒറിജിനിലുള്ള ആ ഒരു പോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ടൈപ്പ് 1 കാണിക്കാനാണ് അവിടെ ഒരു ഡിനോമിനേറ്റർ എസ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് 0 എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു ടേം ഇല്ല നമുക്ക് എസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതാണ് അവിടെ ഡിഫറൻസ് പറയുന്നത്. സോ KV ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് S ഇൻറ്റു K ഇൻറ്റു S പ്ലസ് Z1 ഇൻറ്റു S പ്ലസ് Z2 ഇൻറ്റു S പ്ലസ് Z3 ബൈ S ഇൻറ്റു S പ്ലസ് P1 ഇൻറ്റു S പ്ലസ് P2 ഇൻറ്റു S പ്ലസ് P3 എക്സെട്ര. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഈ എസ് ഇൻറ്റു ഈ എസ്സും വെട്ടിപ്പോവും. അതായത് ഈ എസ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷനിൽ ഉള്ളതാണ്. ആൻഡ് ഇതാണ് നമ്മൾ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? S ടെൻസ് ടു 0 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരാം? K ഇൻറ്റു Z1 ഇൻറ്റു Z2 ഇൻറ്റു Z3 എക്സെട്ര ബൈ P1 P2 P3 എക്സെട്ര എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ അവിടെ KV കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ESS എന്ന് പറയുന്നത് 1/KV ആണ്. അപ്പോൾ അതും ഒരു കോൺസ്റ്റൻറ്റ് നമുക്കിവിടെ കിട്ടും. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ടൈപ്പ് 1 സിസ്റ്റത്തിൻ്റെ. ഇനി നമുക്ക് ടൈപ്പ് 2 സിസ്റ്റം നോക്കാം. ടൈപ്പ് 2 സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒറിജിനിൽ 2 പോൾ ഉണ്ടെന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ ഡിനോമിനേറ്ററിൽ S² ടേം അവിടെ വരും. സോ KV എന്ന് പറയുന്നത് ലിമിറ്റ് S ടെൻസ് ടു 0 ഓഫ് S ഇൻറ്റു G ഓഫ് S ഇൻറ്റു H ഓഫ് S ആണ്. അപ്പോൾ G ഓഫ് S ഇൻറ്റു H ഓഫ് എസിന് പകരം നമ്മളിവിടെ K ഇൻറ്റു S പ്ലസ് Z1 ഇൻറ്റു S പ്ലസ് Z2 ഇൻറ്റു S പ്ലസ് Z3 എക്സെട്ര ബൈ S² ഇൻറ്റു S പ്ലസ് P1 ഇൻറ്റു S പ്ലസ് P2 ഇൻറ്റു S പ്ലസ് P3 എക്സെട്ര നമുക്കവിടെ വരും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഇവിടുത്തെ ആ ഒരു എസ്സും S² ഒരു എസ്സും അവിടെ വെട്ടിപ്പോവും. അപ്പോൾ അവിടെ ബാക്കി എന്ത് വരും? ഇവിടെ K/S നമുക്കൊരു ടേം കൂടെ ഉണ്ട് ഡിനോമിനേറ്ററിൽ.
എസ് ടേം ഉള്ളതല്ലോ. ഇപ്പോൾ നമ്മൾ ഇനി ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റൻഷൻ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 1/0 എന്ന് വരും. അപ്പോൾ ഈ ഒരു ടേം അത് കെ വി എന്ന് പറയുന്നത് അവിടെ ഇൻഫിനിറ്റി ആയിരിക്കും വരാം. സോ കെ വി ഇൻഫിനിറ്റി ആകുമ്പോൾ ഇ എസ് എസ് എന്ന് പറയുന്നത് 1/kV ആണ്. സോ അവിടെ 1/∞ എന്ന് പറയുന്നത് 0. ഇതാണ് ടൈപ്പ് 2 സിസ്റ്റത്തിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മുകളിൽ വരുന്ന എല്ലാ ടൈപ്പ് സിസ്റ്റത്തിന്റെയും ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് 0 ആയിരിക്കും നമുക്ക് അവിടെ വരാം.